വീടുകളിൽ പൂച്ച പ്രസവിക്കുന്നില്ലേ, പട്ടി പ്രസവിക്കുന്നില്ലേ, ആന പ്രസവിക്കുന്നില്ലേ, മനുഷ്യപുത്രിക്ക് മാത്രം പ്രസവിക്കാൻ എന്തിന് ആശുപത്രി എന്ന് പറഞ്ഞ് വീട്ടിൽ പ്രസവിക്കാൻ ആഹ്വാനം ചെയ്യുന്ന ഇസ്ലാം മത പണ്ഡിതർക്കെതിരെ എന്തുകൊണ്ട് നിയമ നടപടി ഉണ്ടാകുന്നില്ല? നിന്റെ പരിപാടി ഒരു ചെറിയ അസുഖമായ ഓടി ഹോസ്പിറ്റലിലേക്ക്, ഗർഭിണിയാൽ ഓടി ഹോസ്പിറ്റലിലേക്ക്, ഈ ആന പേര് എന്നിട്ട് വല്ല ഹോസ്പിറ്റലിലേക്ക് പോകണ്ട. ഏത് ഹോസ്പിറ്റലാ പറ്റത്? എഡ്യൂക്കേഷൻ തീരില്ലാത്തോണ്ടാ. അതങ്ങനെ പഠിക്കാൻ പറ്റ സമയത്ത് ഗോലി കളിക്കാൻ നടന്ന ഇങ്ങനെ അല്ല, ഇതിലെന്താണ് അഭിനന്ദനം അറിയിക്കുന്ന ഘടകം എന്താണ്? കൂടിയ ഒരു പ്രോഗ്രാം, ആ പ്രോഗ്രാമിൽ അല്ല, എനിക്കിപ്പോൾ ഒരാൾ മഴയത്ത് കളിച്ചാലും വെള്ളത്തിൽ കളിച്ചാലും ഒരാൾ ഹിമാലയത്തിൽ നിന്ന് കയറി വന്നാലും KB ഗണേഷ് കുമാർ KSRTC പ്രസവിച്ച സ്ത്രീയെ അഭിനന്ദിച്ചില്ലേ? അപ്പോൾ അത് അവരിനുള്ള പ്രോത്സാഹനമാണോ എല്ലാവരും KSRTC പ്രസവിക്കാൻ? അതൊരു കൗതുക കാഴ്ചയായതുകൊണ്ടും അങ്ങനെ ഒരു കൗതുക സംഭവം കൊണ്ടുള്ള അഭിനന്ദനമാണ്. അല്ല, വീട്ടിൽ പ്രസവിച്ചു, ഉമ്മയ്ക്കും കുട്ടിക്കും കുഴപ്പമില്ലാത്ത കണ്ടീഷനിൽ ഒരു അധികം കൂട്ടം ആളുകളെ കണ്ടപ്പോൾ എൻ്റെ സന്തോഷം ഞാൻ അവരോട് പ്രകടിപ്പിച്ചു. ഞാൻ അവരെ അഭിനന്ദിച്ചു. KB ഗണേഷ് കുമാർ KSRTCയിൽ പ്രസവിച്ച ആ ലേഡിയെ പ്രശംസിച്ചതുപോലെ അവർക്ക് ഗിഫ്റ്റുമായി വന്നത് നിങ്ങൾ മീഡിയ അടക്കം പ്രൊമോട്ട് ചെയ്തതുപോലെ. അപ്പൊ നിങ്ങൾ മീഡിയ അത് പ്രൊമോട്ട് ചെയ്തത് എല്ലാവർക്കും ഉള്ള മെസ്സേജ് ആയിരുന്നു. അതുപോലെ ഇതിനെയും നമ്മളൊരു കാര്യം ഇന്റൻഷനിൽ നല്ല രീതിയിൽ ചെയ്യുമ്പോൾ നിങ്ങൾ മീഡിയകൾ അതിനെ പ്രചരിപ്പിച്ച് നിങ്ങൾ ജനങ്ങളുടെ ഇടയിൽ തെറ്റായ പ്രവണതകൾ കൊടുക്കാതിരിക്കുക എന്നുള്ളത് എനിക്ക് പറയാം. അൽത്താഫ്, ഒരു ചോദ്യം. അല്പം മുമ്പ് അങ്ങ് തന്നെയാണ് പറഞ്ഞത് വീട്ടിലെ പ്രസവത്തിനെയും ആശുപത്രിയിലെ പ്രസവത്തിനെയും അങ്ങ് പ്രൊമോട്ട് ചെയ്യുന്നില്ല എന്ന്. അപ്പൊ പ്രൊമോട്ട് ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാ ഈ അനുമോദനം? ആശുപത്രിയിൽ പ്രസവിച്ചിരിക്കുന്ന ആൾക്കാർക്കും താങ്കൾ ഇതുപോലെ അനുമോദനം നടത്തിയിട്ടുണ്ടോ? അല്ല, ഇപ്പൊ കാളവണ്ടിയിൽ ആളുകൾ യാത്ര ചെയ്യുന്നുണ്ട്. അല്ല, നിങ്ങൾ പറഞ്ഞു ശാസ്ത്രം വളർന്നപ്പോൾ കാറിൽ യാത്ര ചെയ്യലാണ് സൗകര്യം എന്ന് പറഞ്ഞ് കാളവണ്ടിയിൽ ഒരാൾ കൗതുകത്തിൽ യാത്ര ചെയ്യുന്ന കണ്ട എനിക്ക് പ്രശംസിക്കാൻ തോന്നിയാലും ഞാൻ പ്രശംസിക്കും. എന്റെ വിചാരം മാറ്റാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഇപ്പോ സാധാരണഗതിയിൽ ആധുനിക സംവിധാനങ്ങൾ ഇത്രയും വളരുമ്പോൾ ഓരോ മനുഷ്യനും അവന്റെ കംഫർട്ട് ഉണ്ട്. അത് അവൻ ചെയ്യുമ്പോ അത് ഒരാൾക്ക് ഇപ്പൊ KSRTCയിൽ നിങ്ങൾക്കറിയാം ഇത് വളരെ കഷ്ടപ്പെട്ട് പ്രസവിച്ചതാണ്, അവർ കഷ്ടിച്ച് ജസ്റ്റ് രക്ഷപ്പെട്ടതാണ് എന്നുള്ളത് കൊണ്ടാണോ നിങ്ങൾ ഗണേഷ് കുമാർ അഭിനന്ദിച്ചതുമായിട്ട് എങ്ങനെ മതി എന്ന് തീരുമാനമെടുത്ത ആളുകളെയാണ് ഇദ്ദേഹം അഭിനന്ദിച്ചത്. അവസരം കിട്ടാതെ വന്നതാണ്, അതിനുള്ള സമയം കിട്ടാതെ വന്നതാണ്. നോക്കൂ, ആശുപത്രിയിൽ പ്രസവിക്കേണ്ട, എനിക്ക് KSRTC ബസ്സിൽ പ്രസവിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു ധൈര്യം കാണിച്ചിട്ടല്ലല്ലോ ഒരാൾ അങ്ങനെ പ്രസവിക്കുന്നത്. അപ്പോൾ ഫ്ലൈറ്റിൽ പ്രസവിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ആൾക്കാർക്ക് എന്ത് കൊടുത്തിട്ടുണ്ട്? പല ഫ്ലൈറ്റ് കമ്പനികളും ആ കുട്ടിക്ക് ആജീവനാന്ത ഡൊമസ്റ്റിക് സർവീസ് ഒക്കെ ഫ്രീ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ കണ്ടിട്ടുണ്ട്. എന്ന് കരുതി ഫ്ലൈറ്റിൽ പ്രസവിക്കാൻ അദ്ദേഹം പറയുന്നതിന്റെ ഉദ്ദേശം ആ വീഡിയോ പ്ലേ ചെയ്ത് അതിൽ തന്നെ കിട്ടും. അല്ല, എനിക്ക് പറയാനുള്ളത് കാരണം അതിൽ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് ഹോസ്പിറ്റലുകളിൽ മരുന്ന് കുത്തിവെക്കുന്നു, അവിടെ അനാവശ്യമായ ചികിത്സ നടത്തുന്നു, അനാവശ്യമായിട്ട് സർജറികൾ നടത്തുന്നു, ഇത്തരം കാര്യങ്ങൾ പറഞ്ഞിട്ട് തന്നെയാണ് അനുമോദിച്ചത്. അതൊന്നുമില്ലാതെ പ്രകൃതിപരമായി പ്രസവിച്ച ആളുകളെ എനിക്ക് അഭിനന്ദിക്കാൻ തോന്നി. ചേർത്ത് വെച്ചിട്ട് പറയുമ്പോൾ ഞാൻ പ്രസവിച്ചു എന്നതാണോ, അതോ ഇത്ര കഷ്ടപ്പെട്ടാണെങ്കിൽ ഇത്ര റിസ്കി ആണെങ്കിലും അവർ അത് തരണം ചെയ്ത് അവിടെ പ്രസവിച്ചു ജീവനോടെ ഇരിക്കുന്നു എന്നതുകൊണ്ടാണോ നിങ്ങൾ അവിടെ ഇതിനെ അനുമോദിക്കുന്നത്? ഇതിൽ ഏത് ഘടകമാണെന്ന് നിങ്ങൾ ക്ലിയർ ആയിട്ട് പറയൂ. ഇതൊക്കെ എന്ത് പരമ്പരാഗത രീതിയിൽ അവർ സ്വസ്ഥമായി വന്നപ്പോൾ അവരുടെ പ്രസവം എന്നുള്ളൊരു തീരുമാനത്തിന് അവരുടെ കുടുംബത്തിന്റെയോ ഒന്നും പരിഗണിക്കാതെ അവരുടെ സ്വന്തം അവകാശമാണെന്ന് അവർ തിരിച്ചറിഞ്ഞു. ഒരു സ്ത്രീ അവരുടെ അവകാശം തിരിച്ചറിഞ്ഞ് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് സ്ത്രീകൾ അവരുടെ ശബ്ദം ഉയർത്തി അവരുടെ അവകാശങ്ങളിൽ നിലകൊണ്ടു. അങ്ങനെ സ്വസ്ഥമായി പ്രകൃതിപരമായ ഒരു കാര്യം നടന്നപ്പോൾ ഞാൻ അതിനെ അഭിനന്ദിച്ചു. മനസ്സിലായി. അതല്ലാതെ പ്രമോഷൻ അല്ല. ഇതിനെ പ്രമോഷൻ എന്ന് വിശദീകരിക്കുന്ന നിങ്ങളാണ്. എന്തായിരിക്കും പ്രൊമോഷൻ? എന്തായിരിക്കും പിന്നെ അവാർഡ്? മനുഷ്യൻ ഇത്രക്ക് ചീപ്പാവരുത്. അതെ, അത് തന്നെ എനിക്കും പറയാനുള്ളത്. മനുഷ്യനാണല്ലേ ഇത്രക്ക് ചീപ്പാകുമ്പോ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇത്രയും നേരം നമ്മൾ കണ്ടതും ഈ ഉസ്താദുമാർ സംസാരിച്ചുകൊണ്ടിരുന്നത് എന്താണ്? വീട്ടിൽ പ്രസവിക്കുന്നതിന്റെ മേന്മ, അതിനെക്കുറിച്ചുള്ള പോരിഷ, അതിന്റെ ഗുണഗണങ്ങൾ പറയുക, അതൊരു വീരകൃത്യമായിട്ട് അവതരിപ്പിക്കുക, എന്നിട്ട് കൂടുതൽ സ്ത്രീകളെ അതിലേക്ക് ആകർഷിക്കുക. അതാണ് ഇത്രയും നേരം നമ്മളിവിടെ കണ്ടതും പറഞ്ഞുകൊണ്ടിരുന്ന ഉസ്താദുമാരുടെ വീഡിയോകൾ കാണിച്ചതും. ഇദ്ദേഹത്തിന്റെ തന്നെ വീഡിയോയിലുള്ള ശബ്ദം കൂടി കേൾപ്പിച്ചു കഴിഞ്ഞാൽ അത് തന്നെയാണ് നിങ്ങൾക്ക് കിട്ടുക.
ഇപ്പൊ നമ്മൾ ഇതിലെ കുഴപ്പങ്ങളും ഇതിലെ പ്രശ്നങ്ങളും ഇതിലെ റിസ്ക് അനാലിസിസ് നടത്താതെ ഇതുപോലെ ആളുകളെ ഇതുപോലെ തള്ളിവിട്ടതും അവരെ മരണത്തിലേക്ക് കൊണ്ടെത്തിച്ചതിന്റെ കാര്യങ്ങൾ പറഞ്ഞ് ഇതിന്റെ പ്രശ്നം ചൂണ്ടിക്കാണിച്ചപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, ഞാൻ ചുമ്മാ ഇതിങ്ങനെ കണ്ടപ്പോൾ വഴി കൂടെ ആരൊക്കെ പ്രസവിച്ച് ഇങ്ങനെ പെട്ടുകിടക്കണ കണ്ടപ്പോൾ അവരെ പിടിച്ച് അനുമോദിച്ചതാണ് എന്ന ലെവലിൽ പറഞ്ഞിട്ട് മെല്ലെ കൈ കഴുകുന്നതാണ് ഇവിടെ കാണുന്നത്. ക്ലിയർ ആയിട്ട് ഇതിൽ ഓൺ ചെയ്യേണ്ട ഒരു ഘടകമുണ്ട്. ആ ഘടകം എന്ന് പറയുന്നത് ഈ വീഡിയോ എന്തിനു പ്രസിദ്ധീകരിച്ചു, ഇതിലൂടെ എന്ത് മെസ്സേജ് ഇവിടെ കൊടുക്കുന്നു, ഇതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ ഇപ്പോൾ താങ്കൾ ഡിസോൺ ചെയ്യുന്നുണ്ടോ ഇല്ലേ, അതെങ്കിലും നിങ്ങൾ പറയൂ. എന്നെ കഷ്ടല്ലേ, കോമൺ സെൻസ് ഇല്ലാത്തതിന്റെ കുഴപ്പേ. അല്ലെങ്കിൽ ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ അവൻ ആരെങ്കിലും വേണ്ട. അതിൽ നിങ്ങൾ പറയുന്നുണ്ട് അവിടെ വലിയ വലിയ പ്രശ്നങ്ങൾ, അവിടെ മരുന്ന് മാഫിയ, അവിടെ ഹോസ്പിറ്റലിൽ കുട്ടികളെ കൊല്ലുന്നു, അനാവശ്യ സർജറി നടത്തുന്നു എന്നെല്ലാം കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് നിങ്ങളിത് അവിടെ അവാർഡ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ആ സംഗതികൾ നിങ്ങളിപ്പോൾ തിരുത്തുകയാണോ, അതില്ലാന്നാണോ, അതിനെ റദ്ദാക്കുകയാണോ നിങ്ങൾ ചെയ്യുന്നത്, അതെങ്കിലും നിങ്ങൾ ക്ലിയർ ആയിട്ട് പറയൂ.